നമസ്കാരം കൂട്ടുകാരെ. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വീട്ടിലെത്തിയതിനു ശേഷമുള്ള കുറച്ച് കാര്യങ്ങൾ കേട്ടോ. വീട്ടിലൊന്നും ഉമ്മച്ചിയും ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല. പക്ഷെ അതുകൊണ്ട് തന്നെ നമ്മുടെ ചെടികളൊക്കെ ആകെ ക്ഷീണിതരായിരുന്നു എല്ലാവരും. പിന്നെ ഒന്ന് രണ്ട് ദിവസമായിട്ട് വെള്ളമൊന്നും കിട്ടാത്തതിന്റെ, ഈ പൊരിവെയിലത്ത് വെള്ളം കിട്ടാത്തതിന്റെ ക്ഷീണത്തിലൊക്കെ ആയിരുന്നു. അപ്പൊ ഇന്നലെ വൈകുന്നേരം ഞാൻ വന്ന പാടെ ഇതിന് ചെടിക്കൊക്കെ നനച്ചിട്ടായിരുന്നു. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഇത്തിരി ഉഷാറായി. അപ്പൊ രാവിലെ തന്നെ വീണ്ടും ഞാനിപ്പോ ഇവിടുന്ന് എന്താ പറയാ പേരാവിലോട്ടും കാര്യമൊക്കെ പോവുകയാണ്. അപ്പോൾ ചെടി മക്കളെയൊക്കെ നനച്ച് വൃത്തിയാക്കിയിട്ട് പോകാൻ. കാരണം ഞങ്ങൾ എന്നാലും 2 ദിവസം കഴിഞ്ഞിട്ടേ വീണ്ടും ഇങ്ങോട്ട് വരുള്ളൂ. അപ്പോൾ ഈ നിൽക്കുന്നതാണ് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ ഭാര്യ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന വെള്ള മുളകിൻ്റെ വിത്ത് പാകിയ കിളുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആകെ എന്താ പറയുക, ആ ഒരു ഉഷാറില്ലാണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഉഷാറില്ലാത്ത പാകമൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പം അതിൽ നിന്ന് പുതിയ തളിമ്പ് വന്നിട്ട് ഇപ്പോൾ പൂവുണ്ടായിട്ട് ചെറുതായിട്ട് കായ് ആകുന്നുണ്ട് കേട്ടോ. പച്ചമുളകിനാണെങ്കിലും ഇത്തരം കാന്താരി മുളകിനൊക്കെ ആണെങ്കിലും വേനൽക്കാലത്ത് മൊത്തത്തിൽ മുരടിപ്പാണ്. പക്ഷെ മഴക്കാലം വയ്ക്കുമ്പോൾ എല്ലാം ഉഷാറാവും കേട്ടോ. അപ്പം അതിനൊക്കെ നനച്ചു കൊടുത്തു. പിന്നെ നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നട്ടിട്ട് പോയ നമ്മുടെ എന്താ പറയുക ഗ്രൗണ്ട് ഓർക്കിഡൊക്കെ ഒന്ന് ഉഷാറായി വരുന്നുണ്ട്. പിന്നെ ഇത് നമ്മുടെ കറ്റാർവാഴയാണ്. ഞാൻ ഇപ്പോഴും പറയാറുള്ളതാണ്, കുറച്ച് നമ്മൾ ഗാർഡൻ നടത്തുമ്പോൾ അതിൻ്റെ ഇടയിലൂടെ എന്തായാലും ഓരോ കറ്റാർവാഴ നട്ടു കൊടുക്കണം. കാരണം കറ്റാർവാഴയുടെ ഗുണങ്ങൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. പക്ഷെ അതിൻ്റെ ഒപ്പം തന്നെ കറ്റാർവാഴേൻ്റെ മറ്റൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ചെടികൾക്കൊക്കെ റൂട്ടിങ് ഹോർമോണായിട്ട് ഉപയോഗിക്കാൻ പറ്റിയൊരു സാധനമായിട്ട് കറ്റാർവാഴയുടെ ജെല്ലെടുത്തിട്ട് നമ്മൾ പുതിയൊരു കമ്പ് നട്ടുപിടിപ്പിക്കുമ്പം അതിൻ്റെ ജെല്ലെടുത്തിട്ട് ആ കമ്പിന് വെച്ചിട്ട് നമ്മൾ വേര് പിടിപ്പിക്കാൻ വെച്ചാൽ പെട്ടെന്ന് വേര് പിടിക്കും. ആ കമ്പിന് പിന്നെ റോസക്കമ്പൊക്കെയാണ് പെട്ടെന്ന് പിടിക്കും കേട്ടോ. അപ്പം അതിൻ്റെ വീഡിയോ പിന്നെ ഒരു ദിവസം പറഞ്ഞ് ചെയ്യാം. പക്ഷെ നമ്മുടെ കറ്റാർവാഴയുടെ തണ്ടിൻ്റെ ഇടയിലൂടെ ഒരു പുതിയൊരു അതിഥി കടന്നു വന്നിട്ടുണ്ടായിരുന്നു. മറ്റാരുമല്ല, നമ്മുടെ തണ്ണിമത്തൻ കേട്ടോ. അപ്പോൾ ചെറിയ തൈയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം വന്ന് നട്ട് കണ്ടപ്പം. പക്ഷേ അതിനകത്ത് ഉമ്മച്ചി പറഞ്ഞായിരുന്നു, എടാ ഒരു തണ്ണിമത്തൻ ഉണ്ടായിരുന്നു, സംഭവം കുഞ്ഞൊരു വാവയായിട്ട് ഇവിടെ ഉണ്ട് കേട്ടോ. ഇത്രയും വലുതായി. ഇപ്പം ഇതിന് വലുതാവും എന്തോന്നും അറിയില്ല. എന്തായാലും മൂടി പോച്ച് അവനെ ഞാൻ അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. ആദ്യമായിട്ടോ നമ്മുടെ വീട്ടിലൊക്കെ ഒരു തണ്ണിമത്തൻ ഉണ്ടായത്. നമ്മളിതുവരെ അങ്ങനെ നട്ടു നോക്കിയതൊന്നുമില്ല. അങ്ങനെ പടുമുളച്ച കണ്ടെത്തും, എന്നിട്ട് വലിച്ചെറിഞ്ഞ് കുരുവങ്ങാണ്ട് നനച്ച കേട്ടോ. പിന്നെ ഇത് നമ്മുടെ ചെത്തിയാണ്. ഈ ചെത്തി പണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ് തൃശ്ശൂരിൽ നിന്ന്, നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് തൃശ്ശൂരിൽ നിന്ന് എൻ്റെ ഒരു കൂട്ടുകാരൻ കുഞ്ഞൊരു തൈ കിട്ടി തന്നപ്പം കൊണ്ട് നട്ടതാണ്. ഒത്തിരി വർഷമായി. അതങ്ങനെ വലിയ പൊക്കമായിട്ട് വെക്കുന്ന ചെത്തിയൊന്നല്ല, ഇങ്ങനെ ആ ഒരു ഇതിൽ തന്നെ പ്രായമായിട്ട് അങ്ങനെ തന്നെ വെക്കണം. അതിൻ്റെ കമ്പ് നട്ട് വെച്ചാലും വീണ്ടും കിളുക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മുടെ സൈഡിലെ ചെടികൾക്കൊക്കെ ഒന്ന് സ്പീഡിൽ ചെടി നനച്ചു കൊടുക്കുകയാണ്. നമ്മുടെ വീട്ടിലെ ചെടിക്ക് നനയ്ക്കാന്ന് വെച്ചാണെങ്കിൽ മറ്റുള്ള പൈപ്പിന് ഹൈ സ്പീഡിലൊന്നും വെള്ളം വരത്തില്ല കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇവിടെ വലിയ ഹൈറ്റിലല്ല നമ്മുടെ ടാങ്ക് ഉള്ളത്. താഴെ ഒരു കമ്പി വെച്ചിട്ട് ആ കമ്പീൻ്റെ പൊക്കത്താണ് നമ്മൾ ടാങ്ക് വെച്ചില്ല. കാരണം നമ്മുടെ വീട് ഷീറ്റിട്ട വീടല്ലേ, വാർപ്പുള്ള വീടല്ലല്ലോ. അപ്പോൾ അത്രയും സ്പീഡിലെ വെള്ളം കിട്ടുള്ളൂ. എന്നാൽ ടാങ്കിൽ ഫുൾ വെള്ളം ഉണ്ടെങ്കിൽ ഈ സ്പീഡിലൊക്കെ വെള്ളം കിട്ടും കേട്ടോ. അപ്പോൾ ഈ നിൽക്കുന്ന പ്ലാന്റ് നിങ്ങൾക്ക് മനസ്സിലായി, നമ്മുടെ ഫേണാ കേട്ടോ. ഇത് മൊത്തം നശിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പഴയ ലീഫെല്ലാം വലിച്ച് കുറച്ച് കളഞ്ഞ് പുതിയ ചട്ടിയിലോട്ടൊക്കെ വെച്ചപ്പോൾ അത് കുന്ന് റെഡിയായി വന്നു. അതിൻ്റെ കുഞ്ഞൊരു പീസ് എടുത്ത് അവിടെ ചെറിയ ഇതിൽ നട്ടു കേട്ടോ. പിന്നെ നമ്മുടെ ചെടിച്ചട്ടിയിൽ നിൽക്കുന്നത് നമ്മുടെ ഹാങ്ങിങ് പ്ലാന്റിനകത്തുള്ള മെയിനായിട്ടുള്ള ഒരാളാണ് നമ്മുടെ എൻജോയ് പോത്തോസിൻ്റെ ലീഫ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, വൈറ്റും ഗ്രീനും കൂടി ആയിട്ട് കുറച്ച് ചെറിയ എന്താ പറയുക ഇലകളൊക്കെ ചുരുണ്ട ഒരു രീതിയിലാണ്. പിന്നെ ഇതിനകത്തുള്ളത് നമ്മുടെ മാർബിൾ ക്യൂൺ പോത്തോസാണ്. അതായത് നമ്മുടെ മാർബിളിൻ്റെ ഒക്കെ ഒരു ഇത് വരുന്ന വൈറ്റും അതിന് ചെറുതായിട്ട് ഗ്രീൻ്റെ ഷെയ്ഡൊക്കെ വരുന്നൊരു പോത്തോസാണ് ഈ ഒരു ഇത് നമ്മുടെ നിയോൺ പോത്തോസാണ്. നിയോൺ പോത്തോസിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അതിൻ്റെ ഇലകൾക്കൊക്കെ നല്ല എന്താ പറയുക, നമ്മുടെ ലെമൺ യെല്ലോ കളറായിരിക്കും. നല്ല രസമാണ് അതിൻ്റെ, അതായത് തത്തമ്മ പച്ച എന്നൊക്കെ പറഞ്ഞ രീതി കേട്ടോ. അപ്പോൾ അങ്ങനെ 3 തരത്തിലുള്ളതും പിന്നെ സാധാരണ പോത്തോസായ നമ്മുടെ ഗോൾഡൻ പോത്തോസ് എൻ്റെ അടുത്തുണ്ട്. അങ്ങനെ 4 തരത്തിലുള്ള പോത്തോസാണ്, അതായത് മണി പ്ലാന്റ്. അപ്പം അത്രയാണ് എൻ്റെ അടുത്ത് കേട്ടോ. എനിക്ക് പോത്തോസുകൾ ഇഷ്ടമാണ്. ഇനി കുറച്ചും കൂടി വെറൈറ്റി എനിക്ക് കളക്ഷൻ ചെയ്യണം. എന്തായാലും മഴയൊക്കെ പെയ്യട്ടെ. കാരണം ഇപ്പോൾ വെള്ളത്തിൻ്റെ അഭാവം, നനയ്ക്കാനുള്ള ആളുടെ അഭാവമൊക്കെ വളരെ ഇതാണ് കേട്ടോ. പിന്നെ ഞാൻ ചെടി നനച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റിൻ്റെ പേര് എന്താണെന്ന് എനിക്കറിയില്ല. ഇതിന് ലീഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കപ്പയുടെ ഇല പോലെയാണ്, പക്ഷേ വൈറ്റും ഗ്രീനും ആട്ടോ. അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്കൊരു അമ്മാവൻ, പ്രായമുള്ളൊരു അമ്മാവൻ, മുത്തച്ഛൻ എന്ന് തന്നെ പറയാം, കണ്ണൂർ മുത്തച്ഛൻ തന്ന കേട്ടോ. അദ്ദേഹത്തെ വീട്ടിലുണ്ടായിരുന്ന പ്ലാന്റാണ്. അപ്പോൾ അദ്ദേഹത്തിന് വീട്ടിലുള്ളവർക്ക് ആ പ്ലാന്റ് അത്ര ഇഷ്ടപ്പെട്ടില്ല മേടിച്ചിട്ട്. അതുകൊണ്ട് അദ്ദേഹം എനിക്ക് തന്നു. പക്ഷേ അദ്ദേഹം ഇപ്പോൾ ഏകദേശം 1 മാസം മുമ്പ് നമ്മളെയൊക്കെ വിട്ട് പിരിഞ്ഞു പോയിട്ടോ. പ്രായമുള്ള അപ്പൂപ്പനായിരുന്നു. എന്നും രാവിലെ നമ്മളവിടുത്തെ കടേൻ്റെ അവിടെ വന്നിരുന്ന കുശലം പറഞ്ഞൊക്കെ ഇരിക്കുന്ന കാണുന്ന കേട്ടോ. ആ മൂർത്തി സാറിന് കേട്ടോ എല്ലാവരും വിളിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണം അങ്ങനെ ഓർത്തു പെട്ടെന്ന്.
അപ്പം അദ്ദേഹം ചെടികളോട് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ചെടികളും പൂക്കളും അതുപോലെ തന്നെ കുപ്പികളിലൊക്കെ പെയിൻ്റ് അടിക്കുന്ന ഇഷ്ടമുള്ള ഒരാളായിരുന്നു. അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും വെറൈറ്റി കുപ്പികളും ചെടിച്ചട്ടികളൊക്കെ കിട്ടുമ്പോൾ എനിക്ക് തരാറുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ സൈഡിലെ ചെടികളൊക്കെ ഇങ്ങനെ നനച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരുപാട് പ്ലാന്റുകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ മുറ്റത്ത് ഒത്തിരി പ്ലാന്റുകൾ ഉണ്ടായിരുന്നു. ഒത്തിരി വെറൈറ്റി പ്ലാന്റുകളും ഫ്ലവർ പ്ലാന്റുകളും കൊണ്ട് നിറഞ്ഞൊരു മുറ്റം തന്നെയായിരുന്നു കേട്ടോ എൻ്റെ മുറ്റം. അതൊക്കെ ലോക്ക്ഡൗൺ സമയത്തായിരുന്നു. അതിനുശേഷം പിന്നീട് നമ്മൾ വീട് വിട്ട് വീണ്ടും ജോലിക്ക് പോയപ്പം പ്ലാന്റുകളുടെ അഭാവമൊക്കെ വളരെ കുറഞ്ഞു. പിന്നെ കുറച്ച് ചെടികളൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. നമ്മളെ കണ്ണൂർ ജോലി സ്ഥലത്ത് മതിൽ ഗാർഡനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതല്ലാണ്ട് ബാക്കിയുള്ള വീട്ടിലുള്ള ചെടികളൊക്കെ തന്നെ പോയി. ഇനി മഴയൊക്കെ പെയ്യുമ്പോൾ ഞാൻ അവിടുന്ന് ഇവിടുന്ന് കുറച്ച് കൊണ്ടുപോയി വെക്കും. പക്ഷേ വേനൽക്കാലം ആകുമ്പോൾ ഇത് അവസ്ഥ നമ്മുടെ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടും നനയ്ക്കാനുള്ള ബുദ്ധിമുട്ടും കാരണമൊക്കെ കുറച്ചൊക്കെ നശിച്ചു പോകുക കേട്ടോ. എന്തായാലും ചെടികൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ എന്നോട് ചെടികൾ ചോദിക്കാറുമുണ്ട്, തരുമോന്നൊക്കെ. എനിക്ക് ചെടി എല്ലാവർക്കും കൊടുക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടം തന്നെയാണ്. പക്ഷെ സത്യം പറഞ്ഞാൽ എൻ്റെ അടുത്ത് ഇപ്പോൾ ഒരുപാട് പ്ലാന്റുകളും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പോൾ ഉള്ളത് കുറച്ച് അവിടെ ഇവിടെ നട്ടുപിടിപ്പിച്ചിരിക്കുക കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ നിങ്ങൾക്കറിയാലോ, നമ്മുടെ ടർട്ടിൽ വൈനാണ്. ഒരുപാട് ടർട്ടിൽ വൈൻ ഉണ്ടായിരുന്നു വീട്ടിൽ. നല്ല മനോഹരമായിട്ട് പച്ചിച്ച് നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം നശിച്ചു. ആകെ നീ ഇതിനകത്ത് കുറച്ചേ ഉള്ളൂ. പിന്നെ അതിൻ്റെ താഴെ കാണുന്ന നമ്മുടെ എപ്പീസിയ പ്ലാന്റ് ആണ്. പിന്നെ ഈ നനച്ചുകൊണ്ടിരിക്കുന്ന പ്ലാന്റ് നിങ്ങൾക്കറിയാമോ, അതായത് ഹാർട്ട് വൈൻ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ്. ഭയങ്കര രസമുണ്ട് അതിൻ്റെ ലീഫ്. മണി പോലെ ഇങ്ങനെ തൂങ്ങി കിടക്കും. മാത്രമല്ല അതിൻ്റെ ലീഫിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഒരു മഷിത്തണ്ട് പോലെയാണ്. അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെള്ളമൊക്കെ നിറഞ്ഞ് ഭയങ്കര തിളക്കം ഉള്ളൊരു ലീഫും കൂടി കേട്ടോ. ഭയങ്കര ഭംഗിയാണ് അതിൻ്റെ ഇത് കാണാൻ. പിന്നെ ഈ നിൽക്കുന്നത് ഇതിൻ്റെ പൂക്കളൊന്നും ഇല്ല. അപ്പോൾ അതെല്ലാം കട്ട് ചെയ്ത് കൊടുത്തു. ഇപ്പോൾ റോസയൊക്കെ ആണെങ്കിൽ ഒട്ടും പൂവില്ലാണ്ടാണ് നിൽക്കുന്നത്. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് തരിക. അപ്പോൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് കൂട്ടുകാർ നമ്മുടെ വീഡിയോ കാണുന്നുണ്ട്. കാരണം എൻ്റെ വീഡിയോയ്ക്കൊക്കെ നല്ല വ്യൂസ് വരുന്നുണ്ട്. പക്ഷെ അതിനനുസരിച്ച് സബ്സ്ക്രൈബർ ആകുന്നില്ല. അപ്പം എന്തായാലും സബ്സ്ക്രൈബറും കൂടി ഉണ്ടെങ്കിൽ കാസിംബായിക്ക് മുന്നോട്ട് ഇത്തരം വീഡിയോകളൊക്കെ ചെയ്തു പോകാൻ പറ്റുള്ളൂ. ചെടികളും അതുപോലെ തന്നെ പൂക്കളും പിന്നെ ചെറിയ കുറച്ച് എന്താ പറയുക, എന്നിൽ കഴിയുന്ന കുറച്ച് വീഡിയോസ് എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. വെറുതെ ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ എനിക്ക് പുറത്തൊക്കെ പോയിട്ട് ഒരുപാട് വീഡിയോ ചെയ്യണമെന്നുണ്ട്. കാരണം എൻ്റെ ജോലിയാണല്ലോ പ്രധാനം. ജോലി വിട്ട് നമുക്ക് എവിടെയും പോകാൻ പറ്റത്തില്ല. കാരണം സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ജോലിയൊന്നും ഉപേക്ഷിച്ചിട്ടോ അല്ലെങ്കിൽ ജോലിക്കിടയിലാണെങ്കിൽ പോലും ലീവ് കിട്ടി കഴിഞ്ഞാൽ എനിക്ക് അതിനൊന്നും പോകാൻ പറ്റുന്നില്ല. കിട്ടുന്ന സമയം കിട്ടുന്ന പോലെ വീഡിയോ എടുത്തിട്ട് നിങ്ങളുടെ മുമ്പിലോട്ട് പറ്റുന്ന രീതിയിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ. അപ്പം ഇതിനൊക്കെ ഈ വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു ലൈക്കും തരാൻ മറക്കണ്ട. അപ്പോൾ പുതിയ വീഡിയോ വിശേഷങ്ങളൊക്കെ ഇതുപോലെ തന്നെ കൂട്ടുകാരുടെ മുമ്പിലേക്ക് എത്തിക്കും. അപ്പോൾ അവസാനമായിട്ട് ഞാൻ കാണിച്ചത് നമ്മുടെ 10 മണി പൂക്കളാണ്. 10 മണിയാകുമ്പോഴത്തേക്കും ഒരുപാട് വിരുന്നുകാരെ പോലെ അവർ വരും. 3-4 വെറൈറ്റി കളറുകൾ എൻ്റെ കയ്യിൽ ഇപ്പോഴുണ്ട്. മഴ വരുന്നതിന് മുമ്പ് എന്തായാലും ഇവരെ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ മഴയാകുമ്പോഴത്തേക്കും ഇവരുടെ ഓരോ ഭാഗം ചീഞ്ഞ് നശിച്ചു പോകും കേട്ടോ. പിന്നീട് അടുത്ത വേനൽക്കാലത്ത് പിന്നെയും നമുക്ക് കിട്ടും. പുതിയ വീഡിയോ ആയിട്ട് എല്ലാവരുടെ അടുത്തും വരാം. എല്ലാവരോടും ടാറ്റാ.